ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കെമിസ്ട്രീൻ്റെ ലാബിൻ്റെ മോഡൽ എക്സാം ആയിരുന്നു കേട്ടോ. എക്സാം കുഴപ്പമൊന്നുമില്ല, സിമ്പിളൊക്കെ ആയിരുന്നു. ബട്ട് എനിക്ക് 3 മാർക്ക് പോയി. അത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് വോളിമെട്രിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതിൻ്റെ പ്രൊസീജിയറും എയിമും പ്രിൻസിപ്പളൊക്കെ ആദ്യം 5 മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് സാറിന് ഏൽപ്പിക്കലായിരുന്നു ആദ്യത്തെ ഡ്യൂട്ടി. 5 മിനിറ്റ് കൊണ്ട് അത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതുക, പ്രിൻസിപ്പൾ നമുക്ക് തന്നിട്ടുള്ള 2 ഇത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതുക, പിന്നെ പ്രൊസീജിയർ ക്ലീൻ ദ ബ്യൂററ്റ് അങ്ങനെയൊക്കെ അതിൽ കൊടുത്തിട്ടുള്ള പോലെ നമ്മൾ പഠിച്ചെഴുതുക, അല്ലെങ്കിൽ നമ്മൾ ബ്രീഫ് ആക്കിയിട്ടൊന്ന് എഴുതിയാലും മതി. പിന്നെ ഞാൻ ഫസ്റ്റ് പേജിൽ കാണിച്ചിട്ടുണ്ടല്ലോ, സൊല്യൂഷൻ പിപ്പറ്റഡ് ഔട്ട്, സൊല്യൂഷൻ ടേക്കൺ ഇൻ ബ്യൂററ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ആൻഡ് കളർ ചേഞ്ച്. ഇത് 4 എണ്ണം എടുത്ത് എഴുതിയാലും നമ്മൾ എഴുതിയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള നോട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്ക് എഴുതിയ 4 എണ്ണം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ എനിക്ക് എവിടെ മാർക്ക് പോയി എന്നുള്ളത്, ഞാൻ ഈ ഒബ്സർവേഷൻ്റെ ആ കോളം വോളിമെട്രിക്കൊക്കെ ചെയ്ത് എഴുതി അതിൻ്റെ കാൽക്കുലേഷനൊക്കെ എഴുതി വന്ന് ലാസ്റ്റ് റിസൾട്ടിൻ്റെ ആ ഭാഗത്ത് ലാസ്റ്റ് എനിക്ക് 0.55 എന്നുള്ളത് ഉണ്ടല്ലോ, അതാണ് എഴുതേണ്ടത്. ബട്ട് ഞാൻ ആ 0.55 ആക്കുന്നതിൻ്റെ മുന്നുള്ള വാല്യൂ ആണ് എടുത്ത് എഴുതിയത്. അതായത് 5.508 ആണ്. അവിടെ എനിക്കൊരു മാർക്ക് എന്നെ സാറ് കുറച്ചിട്ടുണ്ടായിരുന്നു. 16 മാർക്കിൽ ആ ഒരു മാർക്ക് പോയി. ബാക്കിയുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് എഴുതിയുകൊണ്ട് ആ 15 മാർക്കും എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കീം ഓഫ് അനാലിസിസ് ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ 15 മാർക്കിൽ റിസൾട്ട് ലാസ്റ്റ് എഴുതാത്തതുകൊണ്ട് എന്താണ് കിട്ടിയത് എന്നുള്ളത് എടുത്തെഴുതാത്തതുകൊണ്ട് 2 മാർക്ക് സാറ് കുറച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക, നമ്മുടെ റെക്കോർഡ് പക്കയാണ്. വൈവ ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിച്ചില്ല, അതുകൊണ്ട് അതിൻ്റെ എക്സ്ട്രാ മാർക്ക് ഞാൻ കിട്ടുന്നു. ബാക്കിയുള്ളതൊക്കെ പക്കയാണ്. ബട്ട് ആ ഒരു സാധനം എടുത്തെഴുതാത്തതുകൊണ്ട് എൻ്റെ അശ്രദ്ധ മൂലം എനിക്ക് 3 മാർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ടോട്ടലി 40ൽ 37 മാർക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാറ് പറഞ്ഞ് 40 കിട്ടേണ്ട ആളാണ്, തീരെ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് പോയ മാർക്കാണ്. ഞാനത് പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ എക്സാമിനും അത് ശ്രദ്ധിക്കില്ല. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അത്രയും മാർക്ക് കുറച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കെമിസ്ട്രി ലാബിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്കീം അനാലിസിസ് നല്ല തറോ ആക്കി പഠിച്ചിട്ട് പോവുക. അവിടെ എത്തുമ്പോൾ ഞാനൊന്ന് ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. എത്ര പഠിച്ച് പോയിട്ടും അവിടെ എത്തുമ്പോൾ ഒരു ടെൻഷനും കാരണമൊക്കെ എനിക്ക് എന്താണ് സ്കീം എന്താ ആഡ് ചെയ്യേണ്ടത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തെടുത്ത് ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ആണോ എന്നുള്ളതൊക്കെ ചിന്തയൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ വോളിമെട്രിക്കിൽ ആ കാൽക്കുലേഷൻ്റെ ഭാഗമൊക്കെ നന്നായി പഠിക്കുക. ആൽക്കലിമെട്രി ആണെങ്കിൽ അസിഡിമെട്രി ആണെങ്കിൽ ഏതൊക്കെ കാൽക്കുലേഷനാണ് വരിക, ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ റീഡിങ്ങൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ലാബിൻ്റെ ഓരോ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കിട്ടും, അതൊക്കെ കണ്ട് പഠിക്കുക. ഇനിയിപ്പോൾ നാളെ എനിക്ക് ഫിസിക്സ് എക്സാമാണ്, അതിൻ്റെ തയ്യാറെടുപ്പ് എടുക്കണം. ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിൽ ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എഴുതാനുള്ളതൊക്കെ നല്ല കറക്റ്റ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ആരും അവരുടെ മാർക്ക് മനഃപൂർവ്വം കൊണ്ടേ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ശ്രദ്ധിച്ചും റിസൾട്ടൊക്കെ എടുത്ത് എഴുതി നല്ല നീറ്റാക്കി എഴുതുക. എപ്പോഴും അവർക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കെമിസ്ട്രി ലാബ് മോഡൽ എക്സാം ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് താഴെ കമൻറ്റായിട്ട് ചോദിക്കുക, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.